നമസ്കാരം. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും. ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച് ലഭ്യമായ ഏറ്റവും പഴയ രേഖകൾ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റേതാണ്. ബാബിലോണിനും ചുറ്റുമായി വളർന്നു വന്ന ഒരു കാലഗണനാ സമ്പ്രദായം എന്ന നിലയ്ക്കാണ് പ്രാചീന കാലത്ത് ജ്യോതിശാസ്ത്രം ഉയർന്നു വന്നത്. ഇന്നത്തെ ആസ്ട്രോണമിയുമായി നാമമാത്രമായ ബന്ധങ്ങളെ ഈ പ്രാചീന ജ്യോതിശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് പോലെ ആ ജ്യോതിശാസ്ത്രം മനുഷ്യൻ്റെ ഭൂതഭാവി വർത്തമാനങ്ങളെ സ്വാധീനിക്കുമെന്ന് ഗ്രഹങ്ങളുടെയും അഭൗമ ശക്തികളുടെയും ശാസ്ത്രം ആയിരുന്നില്ല അന്ന് അത്. അന്നത്തെ ജ്യോതിശാസ്ത്ര നിഗമനങ്ങൾ ക്യൂണിഫോം ലിപികളിൽ എഴുതിയവ നിയോ അസീറിയൻ കാലത്തിലുള്ളതും ബാബിലോണിയൻ കാലഘട്ടത്തിൻ്റെ അവസാനം വരെ ഉള്ളതുമായവ, അതായത് BC 750 മുതൽ AD 70 വരെയുള്ളവ ലഭ്യമായിട്ടുണ്ട്. ജ്യോതിഷം എന്നത് ഒരു പ്രാചീന വിജ്ഞാന ശാഖയാണ്. രണ്ട് രീതിയിൽ ആളുകൾ അതേപ്പറ്റി ചിന്തിക്കാറുണ്ട്. ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കെൽപ്പുള്ള ഇന്നത്തെ ആസ്ട്രോണമിയേക്കാൾ വിശ്വാസ്യതയാർന്ന ഒരു സയൻസാണ് ഇത് എന്നാണ്. എന്നാൽ മറ്റു ചിലർ കരുതുന്നത് തികച്ചും അബദ്ധ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കപടശാസ്ത്രം, സ്യൂഡോ സയൻസാണ് ഇത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ശരിയല്ല. ജ്യോതിഷം എന്നത് ജ്യോതിസുകളെക്കുറിച്ചുള്ള പഠനമാണ്. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഗോളങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ പരിമിതമായ അറിവ് മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത്, അതായത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നടന്ന പഠനമാണ് ഇത്. ഇത്തരം ഒരു കാലഘട്ടം എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സൂര്യൻ, ചന്ദ്രൻ അടക്കം കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ വരെ ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ളവയാണ് ഈ കൊച്ചു എന്നവർക്ക് അന്നറിയില്ലായിരുന്നു. ഈ പറഞ്ഞ ജ്യോതിർഗോളങ്ങളെല്ലാം കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ ഭൂമിയെ ചുറ്റുന്നത് അവർക്ക് ഒരു രഹസ്യമായിരുന്നു. അതുകൊണ്ടാണ് ഭൂമി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് അവർ ഉറച്ച് വിശ്വസിച്ചത്. കുറെ കാലം കഴിഞ്ഞ് അളവുകളും കുറെ കൂടി കൃത്യതയുള്ള നിരീക്ഷണങ്ങളും ഉണ്ടായപ്പോൾ അവർ ഒരു കാര്യം കണ്ടെത്തി. ഇവയെല്ലാം ഒരേ വേഗതയിലാണ് ഭൂമിയെ ചുറ്റുന്നത് എന്ന്. അതായത് ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ 4 മിനിറ്റിൽ 1 ഡിഗ്രിയാണ് അതിൻ്റെ വേഗത. അത് നമുക്ക് ഇന്നറിയാം. പക്ഷേ അത് അവയുടെ വേഗതയല്ല, ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കറങ്ങുന്നതിൻ്റെ വേഗതയാണ് എന്ന് നമുക്ക് ഇന്ന് വ്യക്തമായി അറിയാം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ സൂര്യനും ചന്ദ്രനും പല നക്ഷത്രങ്ങളും ദേവന്മാരായിരുന്നു. അങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോഴും ഇവയുടെ ചലനത്തെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ഒരു കൂട്ടം മനുഷ്യർ ചിന്തിച്ചിരുന്നു. ശരിക്കു പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രബോധം.
നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തിലെ ജ്യോതിർഗോളങ്ങളെല്ലാം 4 മിനിറ്റിൽ 1 ഡിഗ്രി സഞ്ചരിക്കുമെങ്കിൽ അത് സമയനിർണയത്തിന് ഉപയോഗിക്കാമല്ലോ. വിശേഷിച്ചും സമയം അറിയാൻ ഒരു നാഴികമണി ഇല്ലാതിരുന്ന കാലത്ത്. സമയം മാത്രമല്ല, ചെറിയ തോതിലുള്ള കാലഗണനയും സാധിക്കാം. ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസമായി എന്ന് ഓർക്കാനും അത് പ്രയോജനകരമാണ്. വിശേഷിച്ചും കലണ്ടർ ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട്, ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസമായി എന്ന് എങ്ങനെ കണക്കാക്കാം? ഇന്ന് നമുക്ക് കലണ്ടറിൽ ചെന്ന് നോക്കിയാൽ മതി. പക്ഷെ അന്ന് കലണ്ടറില്ല. അന്ന് പക്ഷേ ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നുണ്ട് എന്നറിയാം. ചന്ദ്രൻ ആകാശത്തിലെ ഒരു പോയിന്റിൽ നിന്ന് ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി അതേ പോയിന്റിൽ എത്താനുള്ള സമയം ഏതാണ്ട് 27 ദിവസവും 8 മണിക്കൂറും എടുക്കും എന്ന് പ്രാചീന ഭാരതീയർ നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിരീക്ഷിച്ചിരുന്നു. ഈ സഞ്ചാര സമയത്തെ 27ആയി വിഭജിച്ചാണ് ഓരോ ഭാഗത്തിനും ചാന്ദ്രസൗധം അഥവാ ചന്ദ്രൻ്റെ വീട് എന്ന് പേരിട്ടത്. ചന്ദ്രന് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആകാശത്തിലെ രാശിചക്രത്തിലും ഓരോ നക്ഷത്രത്തിനും നക്ഷത്രക്കൂട്ടത്തിനും അരികിലായി വരുന്നതായി നമുക്ക് തോന്നും. അതായത് ചന്ദ്രൻ്റെ ഈ സഞ്ചാരഗതിയിൽ ആകാശത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങളുടെയോ നക്ഷത്രക്കൂട്ടത്തിൻ്റെയോ അടുത്തുകൂടി സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നും എന്ന് സാരം. ചന്ദ്രൻ്റെ രാശിചക്രത്തിലെ 27ൽ ഒരു ഭാഗമായ ഓരോ ചാന്ദ്രസൗധത്തിലും ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ അടുത്തായാണോ കാണപ്പെടുന്നത്, ആകാശത്തിൻ്റെ ആ ഭാഗത്തെ ആ നക്ഷത്രത്തിൻ്റെ പേരിട്ട് വിളിച്ചു. ചന്ദ്രൻ ആ ഭാഗത്ത് നിൽക്കുന്ന സമയം അത്രയുമാണ് ഒരു നാള്. ഉദാഹരണത്തിന്, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റാലിൻ്റെ രൂപമുണ്ടെന്ന് സങ്കല്പിച്ച് പേരിട്ട രോഹിണി നക്ഷത്രക്കൂട്ടത്തിനരികിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയം അത്രയും രോഹിണി നാളാണ്. ആ സമയത്ത് ജനിക്കുന്നവരുടെ നാൾ അല്ലെങ്കിൽ അവരുടെ ജന്മനക്ഷത്രം രോഹിണി. ഇംഗ്ലീഷിൽ ഒറിയോൺ എന്നറിയപ്പെടുന്ന വേട്ടക്കാരൻ്റെ തോൾ ഭാഗത്ത് വരുന്ന ഒരു നക്ഷത്രമാണ് ആതിര. അതിനടുത്ത് ചന്ദ്രൻ വരുന്ന നാളാണ് തിരുവാതിര. ഇങ്ങനെയാണ് നമുക്ക് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ വരുന്നത്. ഒരു കുട്ടി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് സങ്കല്പിക്കുക. അത് കഴിഞ്ഞ് 27 ദിവസം കഴിഞ്ഞ് 28-ാം നാൾ 28 കെട്ട് കെട്ടും. കുട്ടിയുടെ അരയിൽ ഒരു ചരട്. അടുത്ത 28-ന് ആ ചരടിൽ ഒരു മുത്തു കോർത്തിടും. അങ്ങനെ എത്ര മുത്തു കോർത്തിടുന്നുവോ അതിൻ്റെ ഗുണിതങ്ങളായിരിക്കും ആ കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസം ആയി എന്നുള്ള വിവരം. പക്ഷേ കൃഷി തുടങ്ങിയവയ്ക്ക് ഈ കാലഗണന പോരാ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമ്പ്രദായം വേണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചന്ദ്രൻ്റെ യാത്രയെ കണ്ട പോലെ സൂര്യൻ്റെ യാത്രയെയും കണ്ടാലോ? പൗരാണിക മനുഷ്യർ വളരെ കൃത്യമായ വഴിയിലൂടെ തന്നെയാണ് നീങ്ങിയത്.
സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്ന സങ്കല്പത്തിൽ സൂര്യൻ്റെ പരിക്രമണ പഥത്തെ അഥവാ ഓർബിറ്റിനെ ഒരു വൃത്തമായി കണ്ടാൽ ആ വൃത്തം പോകുന്ന വഴിയിലെ നക്ഷത്രക്കൂട്ടങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് രാശിചക്രം എന്നത്. ഈ രാശിചക്രം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും, പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് ഒരു വലിയ സ്ക്രീൻ ഭൂമിക്ക് ചുറ്റും വലയം ചെയ്ത് കെട്ടിയിരിക്കും പോലെ സങ്കല്പിച്ചിരിക്കുന്നതാണ് രാശിചക്രം. ഇതിനെ സൂര്യൻ്റെ സഞ്ചാരമനുസരിച്ച് 12 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തെയും ഓരോ രാശി എന്ന് വിളിക്കാം. ഒരു രാശിയിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ അടുത്തടുത്ത് കിടക്കുന്ന പൊട്ടുകളെ അല്ലെങ്കിൽ കുത്തുകളെ പോലെ യോജിപ്പിച്ച് ഭാവനാത്മകമായ രൂപങ്ങൾ ആരോപിക്കുന്നതിൽ പ്രാചീനർ കാണിച്ച മിടുക്ക്. അത് കാരണം നമുക്ക് കാളയും ഞണ്ടും തേളും കരടിയും സിംഹവും ഒക്കെ കിട്ടി. രാശിചക്രത്തിലെ ഒരു കഷ്ണത്തിൽ ചില കുത്തുകൾ യോജിപ്പിച്ചാൽ സിംഹത്തെ പോലെ ഒരു ചിത്രം കിട്ടുമെന്ന് ഭാവനയിൽ കണ്ട് അതിന് ചിങ്ങം രാശി, ഗ്രീസിൽ അത് ലയോണാണ്, പാശ്ചാത്യരുടെ ലിയോ എന്ന് പേരിട്ടു. മറ്റൊരു രാശിയിലെ ചില കുത്തുകൾ ചേർത്താൽ ആട് കിടക്കുന്നത് പോലെ തോന്നും. അതാണ് മേഷം രാശി അഥവാ മേടം. ഗ്രീക്കുകാർക്ക് ക്രിയോസ്, ഇംഗ്ലീഷിൽ ഏരീസ്. ഇങ്ങനെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായി കാണുന്ന വൃത്തത്തെ 12 ഭാഗിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ യോജിപ്പിച്ച് ഓരോ രൂപങ്ങൾ സങ്കല്പിച്ച് അതിന് പേര് നൽകിയതാണ് 12 രാശികൾ. അതായത് ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് ഒരു നക്ഷത്രക്കൂട്ടത്തിലൂടെ കടന്നു പോകുന്നത് പോലെ സൂര്യനും പോകുന്നുണ്ട് എന്നവർ കണ്ടു. യഥാർത്ഥത്തിൽ സൂര്യൻ പോകുന്നതല്ല എന്ന് നമുക്കിന്നറിയാം, പക്ഷെ അവർക്കന്നതറിയില്ല. കാരണം സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതാണ് എന്നായിരുന്നു അന്നത്തെ അവരുടെ ധാരണ. അപ്പോൾ സൂര്യൻ്റെ ഒപ്പം രാവിലെ ഉദിക്കുന്ന നക്ഷത്രം മാറി മാറി വരും. പക്ഷെ ഒരു പ്രശ്നം, ഇന്ന് സൂര്യൻ്റെ ഒപ്പം ഉദിച്ച നക്ഷത്രം നാളെ 4 മിനിറ്റ് മുൻപേ ഉദിക്കും. അടുത്ത ദിവസം 8 മിനിറ്റ് നേരത്തെ, പിന്നെ 12 മിനിറ്റ് നേരത്തെ, ഇങ്ങനെ നേരത്തെ ഈ നക്ഷത്രങ്ങൾ ഉദിക്കും. അങ്ങനെ ഓരോ ദിവസവും നക്ഷത്രങ്ങൾ 4 മിനിറ്റ് മുൻപേ ഉദിക്കുന്നുണ്ടെങ്കിലും ആ നക്ഷത്രമണ്ഡലത്തെ കടക്കാൻ സൂര്യൻ ഏതാണ്ട് 2 ആഴ്ചയോളം എടുക്കും. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിച്ചത്. ഞായർ ഉള്ള കാലം അഥവാ സൂര്യൻ ഉള്ള കാലം. അശ്വതി നക്ഷത്രക്കൂട്ടത്തിൽ സൂര്യനുള്ള കാലമാണ് അശ്വതി ഞാറ്റുവേല. അത് കഴിഞ്ഞാൽ ഭരണി ഞാറ്റുവേല, പിന്നെ കാർത്തിക ഞാറ്റുവേല. അങ്ങനെ 27 ഞാറ്റുവേല കഴിയുമ്പോൾ ഏതാണ്ടൊരു കൊല്ലം തികയും. ചന്ദ്രൻ പോകുന്ന വഴിക്ക് ഒരു നക്ഷത്രത്തിൽ ഒരു ദിവസമേ നിൽക്കൂ. പക്ഷേ സൂര്യൻ്റെ ചലനം വെറും സമയം കണക്ക് കൂട്ടാനുള്ളതല്ല, അത് കാലാവസ്ഥയുമായും ബന്ധപ്പെട്ടതാണ്. ഉദാഹരണമായി കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും അറിയാമായിരുന്നു, അശ്വതി ഞാറ്റുവേലയിലേക്ക് സൂര്യൻ കടന്നാൽ പിന്നെ 1.5 മാസമേ ഉള്ളൂ കാലവർഷം തുടങ്ങാൻ.
അതുകൊണ്ട് ഭരണിയിൽ വിത്ത് പാകും. കാർത്തികയും രോഹിണിയും ആകുമ്പോഴേക്കും ഞാറ് റെഡിയാവും. മകയിരം ഞാറ്റുവേലയ്ക്ക് ഞാറ് നടാം. തിരുവാതിരയാകുമ്പോഴേക്കും മഴയാണ്. അതുകൊണ്ടാണ് തിരുവാതിരയെ ആർദ്ര നക്ഷത്രം എന്ന് വിളിക്കുന്നത്. നനഞ്ഞ നക്ഷത്രം, അല്ലെങ്കിൽ ഭൂമിയെ നനയ്ക്കുന്ന നക്ഷത്രം. അങ്ങനെ കൃഷിക്ക് ഉപയുക്തമായ കാലാവസ്ഥ മനസ്സിലാക്കാൻ സൂര്യൻ്റെ ഈ ചലനം പ്രയോജനപ്പെട്ടു എന്ന് സാരം. ഇനി മറ്റൊരാവശ്യം ദിക്കറിയലാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അത് അത്ര പ്രാധാന്യമുള്ളതല്ലെങ്കിലും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർക്കും കടലിലൂടെ സഞ്ചരിക്കുന്നവർക്കും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതെങ്കിലും ഒരു ദിക്ക് കൃത്യമായി അറിഞ്ഞാൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വിഷമമില്ല. അതിനാണ് വടക്കേ ചക്രവാളത്തിൽ ഒരു ചലനവുമില്ലാതെ കത്തിച്ച് വെച്ച ഒരു വിളക്ക് പോലെ നിൽക്കുന്ന പൊളാരിസ് എന്ന നക്ഷത്രം. നമ്മളതിനെ ധ്രുവൻ എന്ന് വിളിക്കും. ധ്രുവ നക്ഷത്രം. ധ്രുവൻ്റെ പിന്നിൽ ധാരാളം കഥകൾ നമ്മൾ മെനഞ്ഞുണ്ടാക്കി. ധ്രുവൻ്റെ കഥ അറിയാത്തവർ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ധ്രുവനെ അവിടെ നിർത്തിയതാണ് എന്ന് ഭാഗവതം പറയുന്നു. പക്ഷേ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഏകദേശ ദിശയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് സ്ഥാനം മാറാതെ സ്ഥിരമായി ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായി തോന്നുന്ന നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം എന്ന് നമുക്കിന്നറിയാം. ഇത് മാത്രമല്ല, നമ്മളൊരു പമ്പരം കറക്കി വിടുകയാണെന്ന് കരുതുക. മിക്കപ്പോഴും അതിൻ്റെ ആക്സിസ്, പമ്പരത്തിൻ്റെ ആക്സിസ് ആയിട്ടുള്ള ആ കമ്പിൻ്റെ മുകൾ ഭാഗം ചെറിയൊരു വൃത്തത്തെ ഇങ്ങനെ വായുവിൽ രചിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അഥവാ അതിന് മാത്രമായ ഒരു ചെറിയ കറക്കം. ഇത്തരം ഒരു ചലനം ഭൂമിയുടെ ധ്രുവങ്ങൾക്കുമുണ്ട്. അങ്ങനെ ഭൂമിയുടെ ധ്രുവം ഒന്ന് കറങ്ങി വരാൻ 26,000 കൊല്ലമെടുക്കും. അതിനർത്ഥം 3000 BC നാം കണ്ട ധ്രുവനക്ഷത്രം ഇന്നത്തെ ധ്രുവനായിരുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് നമ്മൾ കണ്ടത് തൂബൻ അഥവാ ആൽഫ ഡ്രാക്കോണീസ് എന്ന നക്ഷത്രത്തെ ആയിരുന്നു. അതുപോലെ ഇനിയൊരു 10, 12, 13,000 കൊല്ലം കഴിയുമ്പോൾ ധ്രുവനായി വരാൻ പോകുന്നത് ലിറ രാശിയിലെ ഏറ്റവും പ്രഭ കൂടിയ നക്ഷത്രമായ അഭിജിത്താണ്, അതായത് വേഗ. ആകാശത്ത് കാണുന്ന പ്രഭ കൂടിയ നക്ഷത്രങ്ങളിൽ 5ാം സ്ഥാനമാണ് വേഗയ്ക്കുള്ളത്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 25 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നാം കാണുന്ന ധ്രുവൻ 433 പ്രകാശവർഷം അകലെയാണ് നിൽക്കുന്നത്. ഇത്തരം വിശദീകരണങ്ങളൊന്നും അക്കാലത്ത് മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് വടക്ക് കാണുന്ന നക്ഷത്രം, അതിനെ പല സംസ്കാരങ്ങളും പല പേരിട്ട് വിളിച്ചു. ആ നക്ഷത്രം ഒരു ചലനവുമില്ലാതെ സ്ഥിരമായി നിൽക്കുന്നതാണ് എന്ന് എല്ലാവരും കരുതി എന്ന് മാത്രം. ഇതൊരു തെറ്റായ വിശ്വാസമാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. കാരണം ഏതു ശാസ്ത്രവും അതിൻ്റെ വ്യത്യസ്തമായ കാലങ്ങളിൽ അപൂർണങ്ങളായ അറിവുകൾ മാത്രമാണ്. അത്തരമൊരു അപൂർണമായ ഒരറിവായിരുന്നു ഇതെല്ലാം.
ഇന്ത്യയിൽ എല്ലാ വേദങ്ങളിലും ജ്യോതിഷത്തിൻ്റെ സ്വാധീനം കാണാം. പ്രധാനമായും യാഗങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനങ്ങൾ നിർണയിക്കുക, 27 നക്ഷത്രങ്ങൾക്കിടയിൽ പൗർണമാസിയിലും അമാവാസിയിലും ചന്ദ്രൻ്റെ സ്ഥാനം നിർണയിക്കുന്ന വിധം എന്നിങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ജ്യോത്സ്യം ഉപയോഗിക്കുന്നുണ്ട്. വേദകാലത്ത് ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവയുടെ രചനാകാലത്തിന് ശേഷം വന്ന സൂത്രകാലത്താണ് ജ്യോത്സ്യത്തിന് വളർച്ച ഉണ്ടാകുന്നത്. വേദാംഗങ്ങൾ എന്ന പേരിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ 6 വിജ്ഞാന ശാഖകളാണ് വേദാംഗങ്ങൾ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായാണ് ജ്യോതിഷത്തെ കണക്കാക്കുന്നത്. ഛന്ന പാദൗ ശബ്ദശാസ്ത്രം ച വക്ത്രം കൽപ്പ പാണി ജ്യോതിഷ ചക്ഷുഷി ച ശിക്ഷാക്രാണം ശ്രോത്തമുക്തം നിരുക്തം വേദാഗാഹന്യാഹുരേതാനി ഷട്ട് ച എന്നാണ് പറയുന്നത്. 6 വേദാംഗങ്ങളുടെ സ്ഥാനമാണ് പറയുക. അതിൽ ജ്യോതിഷത്തിന് വേദങ്ങളുടെ കണ്ണിൻ്റെ സ്ഥാനമാണ് ഗർഗമുനി കൊടുത്തിരിക്കുന്നത്. ജ്യോതിഷത്തിന് വ്യവസ്ഥാപിതമായ ഒരു ശാസ്ത്രത്തിൻ്റെ സ്ഥാനം ലഭിക്കുന്നത് ലഗധമുനിയുടെ വേദാംഗ ജ്യോതിഷം എന്ന കൃതിയിലൂടെയാണ്. BC 500 ആവണം ഇതിൻ്റെ കാലം എന്നാണ് കരുതുന്നത്. ഇക്കാലമെല്ലാം ജ്യോതിഷം ചില സിംബോളിക് കഥകൾ അതിൽ കൂട്ടിച്ചേർത്തിരുന്നുവെങ്കിലും അതൊരു ശാസ്ത്രമെന്ന നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. എന്നാൽ ഏതാണ്ട് BC 300 ആയപ്പോഴേക്കും ലോകം മുഴുവൻ ഈ ശാസ്ത്രത്തിൻ്റെ ആധിപത്യം പുരോഹിതവർഗം കൈക്കലാക്കി. മെസപ്പൊട്ടോമിയ, ഗ്രീസ്, റോം, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ എല്ലാം ജ്യോതിഷം പുരോഹിതന്മാരുടെ പരിപൂർണ നിയന്ത്രണത്തിലായി. ഇന്ത്യയിൽ AD 4-ാം നൂറ്റാണ്ടോടെ അധികാരത്തിൽ വന്ന ഗുപ്തന്മാർ സംസ്കൃതത്തെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും ചെയ്തതോടെ സാഹിത്യം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സുവർണകാലമായി മാറി ഗുപ്തകാലഘട്ടം. പുരാണങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടത് ഇക്കാലത്താണ്. അപ്പോൾ തന്നെ ബാബിലോണി അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ ഗൃഹനില നോക്കിയുള്ള ജാതകങ്ങളും ഫലം പറച്ചിലും ഹോരശാസ്ത്രമടക്കമുള്ളത് ഇന്ത്യൻ ജ്യോതിഷത്തിൽ കൂട്ടി ചേർക്കപ്പെട്ടു. ഭാരതീയ ജ്യോതിഷ അപഭ്രംശത്തെ പലതിനെയും ഇടിച്ചു നിർത്തിയ ആര്യഭട്ടൻ AD 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് ചില്ലറ എതിർപ്പുകളൊന്നുമല്ല നേരിടേണ്ടി വന്നത്. ഗ്രഹങ്ങളുടേത് സ്വന്തമായ പ്രകാശമല്ല, അത് സൂര്യവെളിച്ചത്തിൻ്റെ പ്രതിഫലനമാണെന്ന ആശയം മുന്നോട്ട് വെച്ച ആര്യഭടൻ ഗ്രഹങ്ങളുടെ ദൈവീകതയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചോദ്യം ചെയ്തത്. ഭൂമിയുടെ സ്വയം ഭ്രമണം കൊണ്ടാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആകാശത്തിൻ്റെ ഒരു കോണിൽ ഉദിച്ച് മറുകോണിൽ അസ്തമിക്കുന്നതായി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞ ആര്യഭടനെ പിന്നീട് AD 6-ാം നൂറ്റാണ്ട് വന്ന ഭാരതം കണ്ട ഏറ്റവും വലിയ ഗണിതജ്ഞനെന്ന് പുകഴ്പെറ്റ ബ്രഹ്മഗുപ്തൻ നിശ്ചിതമായി ആക്രമിക്കുന്നുണ്ട്. ഭൂമി ഭ്രമണം ചെയ്യുകയാണെങ്കിൽ വീടുകളും ആളുകളും തലകീഴായി മറിഞ്ഞു പോവില്ലേ എന്നൊക്കെയാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ ബ്രഹ്മഗുപ്തൻ്റെ ചോദ്യം. ഇതേ ബ്രഹ്മഗുപ്തൻ തന്നെ രാഹു കേതുക്കളാണ് ഗ്രഹണം ഉണ്ടാക്കുന്നത്, അല്ലാതെ ആര്യഭടനും മറ്റും പറയും പോലെ അത് നിഴലുകളുടെ കളിയല്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട്.
ഇതിന് ബ്രഹ്മഗുപ്തൻ റെഫറൻസായി പറയുന്നത് വേദങ്ങളെയും സ്മൃതികളെയും പിന്നെ ഗർഗസംഹിതകളെയും ഒക്കെയാണ്. ഗർഗനും പരാശരനുമെല്ലാം ഗ്രീക്ക് ജ്യോത്സ്യമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്ന് നാം മറന്നുകൂടാ. ഇത്രയൊക്കെ ആയിട്ടും ആര്യഭടൻ്റെ ആശയങ്ങൾക്ക് പരിപൂർണ തമസ്കരണം സംഭവിക്കാതിരുന്നത് ഭാസ്കരൻ ഒന്നാമൻ, മാധവൻ, നീലകണ്ഠ സോമയാജി തുടങ്ങിയവരെ പോലെ ഉള്ള പിൻഗാമികൾ ആര്യഭട സിദ്ധാന്തങ്ങൾക്കുണ്ടായി എന്നത് കൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനായിരുന്ന വരാഹമിഹിരൻ തൻ്റെ ബൃഹത് ജാതകത്തിൽ വളരെ രസകരമായ പല നിഗമനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചില ഗ്രഹനിലയിൽ ഗർഭം ധരിച്ചാൽ പ്രസവിക്കാൻ 3 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമത്രേ. വരാഹമിഹിരൻ ഗർഗൻ്റെയും പരാശരൻ്റെയും അതേ മാർഗം പിന്തുടർന്ന ആയിരുന്നു. പക്ഷെ വരാഹമിഹിരൻ്റെ കൃതികളാണ് ബൃഹത് സംഹിത, ബൃഹത് ജാതകം, ലഘുജാതകം, പഞ്ചസിദ്ധാന്തികം, സൂര്യസിദ്ധാന്തം, യോഗയാത്ര എന്നിവ. മഹാപണ്ഡിതനായിരുന്നു. ഇന്ത്യൻ ജ്യോതിഷത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി എന്നീ 7 ഗ്രഹങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളാണ്. ആ രണ്ടും കൂടെ കൂട്ടി 7 ഗ്രഹങ്ങളും രാഹു, കേതു എന്ന 2 തമോ ഗ്രഹങ്ങളും. അത് തമോ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും, അതായത് ഇരുട്ടിൻ്റെ ഗ്രഹങ്ങൾ. പിന്നെ ഗുളികൻ എന്ന ഒരു ചെറുഗ്രഹവും സ്ഥാനം പിടിക്കുന്നുണ്ട്. ഇവയുടെയും നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളുടെയും ഒരു സംയുക്ത ഫലമാണ് ഓരോ മനുഷ്യനും ഉണ്ടാകുന്നത് എന്നാണ് അടിസ്ഥാനപരമായ ധാരണ. ഇതിലൂടെയാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ജ്യോത്സ്യത്തിൽ കടന്നുകൂടുന്നത്. ഇതിൻ പ്രകാരം ഉച്ചഗ്രഹങ്ങളും നീചഗ്രഹങ്ങളും ഉണ്ട്. ജനന രാശിയുണ്ട്, ലഗ്നമുണ്ട്, രാശിനാഥന്മാരുണ്ട്, ഭാവങ്ങളുണ്ട്. 1-ാം ഭാവം, 2-ാം ഭാവം, 7-ാം ഭാവം എന്നൊക്കെ പറയുന്ന ഭാവങ്ങളുണ്ട്. നക്ഷത്രങ്ങളുടെ സ്വാധീനമുണ്ട്. ഏതാണ്ട് 445 പ്രകാശവർഷം അകലെ നിൽക്കുന്ന കാർത്തിക, പ്ലീഡീസ് എന്നാണ് കാർത്തികയുടെ പേര്. ഒരു നക്ഷത്രമല്ല, അതൊരു നക്ഷത്രക്കൂട്ടമാണ്. ആ നക്ഷത്രക്കൂട്ടം ഒരാളുടെ ജനനഫലത്തെ ബാധിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ നിന്നൊരു പ്രകാശരശ്മി ഭൂമിയിലെത്താൻ 445 വർഷമെടുക്കും എന്നാണ് ആ ദൂരത്തിൻ്റെ അർത്ഥം. അതായത് ഒരു കുട്ടിയുടെ ജനന സമയത്ത് നാം കാണുന്ന ആ നക്ഷത്രം 445 കൊല്ലം മുൻപ് അവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് സാരം. ജ്യോതിഷത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു പ്രഭാഷണം ആവാം. ജ്യോതിഷികൾ പറയുന്ന തമോഗ്രഹങ്ങളായ രാഹുവും കേതുവും എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. നാം നേരത്തെ കണ്ട പോലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഒരു ചാന്ദ്ര പഥമുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായി തോന്നുന്ന ഒരു
എക്ലിപ്റ്റിക് അഥവാ ക്രാന്തിപഥം ഉണ്ട്. ഇതിൻ്റെ ഈ പ്ലെയിൻ രണ്ടും, ഈ രണ്ട്, അതായത് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായി തോന്നുന്ന എക്ലിപ്റ്റിക്കിൻ്റെയും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ആ ചന്ദ്രപഥത്തിൻ്റെയും പ്ലെയിൻ, അത് രണ്ടും തമ്മിൽ 5 ഡിഗ്രി ചെരിവാണ് ഉണ്ട്. അങ്ങനെ ചെരിഞ്ഞ് 5 ഡിഗ്രി ചെരിവാണ് ഇത് രണ്ടും ഉള്ളത്. അതുകൊണ്ട് ഭൂമിയുടെ ഇരുവശത്തായി ഇത് രണ്ടും ക്രോസ് ചെയ്തു പോകും. ഒരു കണക്കിന് പറഞ്ഞാൽ അത് മുറിച്ച് കിടക്കും, പരസ്പരം മുറിച്ച് കിടക്കും. ആ പോയിൻ്റാണ് യഥാർത്ഥത്തിൽ രാഹുവും കേതുവും. ഇത് യാഥാർത്ഥ്യമാണ്, ഇന്ത്യക്കാർ കണക്ക് കൂട്ടി എടുത്തതുമാണ്. ഈ ചന്ദ്രപഥം സൂര്യപഥത്തെ തെക്ക് നിന്ന് വടക്കോട്ട് ഖണ്ഡിക്കുന്നത് രാഹുവും, വടക്ക് നിന്ന് തെക്കോട്ട് ഖണ്ഡിക്കുന്നത് കേതുവും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രാധാന്യം, ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഗ്രഹണമുണ്ടാകും എന്നതാണ്. രാഹുവിൽ സൂര്യനും ചന്ദ്രനും എത്തിയാൽ ചന്ദ്രനായിരിക്കും ഭൂമിയോട് അടുത്ത്, ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും. അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാവും. കേതുവിൽ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചെത്തുമ്പോഴും സൂര്യഗ്രഹണം ഉണ്ടാവും. രാഹുവിൽ സൂര്യനും കേതുവിൽ ചന്ദ്രനും വന്നാൽ, അല്ലെങ്കിൽ തിരിച്ചായാൽ രാഹുവിൽ ചന്ദ്രനും കേതുവിൽ സൂര്യനും വന്നാലും മതി, ആ ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കും. അപ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ഇക്കാര്യം ആര്യഭട്ടന് വളരെ നന്നായി അറിയാമായിരുന്നതാണ്. ഇങ്ങനെ ഇരുട്ടുണ്ടാക്കുന്ന 2 പോയിന്റ്സ് എന്ന അർത്ഥത്തിൽ അതിനെ തമോഗ്രഹങ്ങളെന്ന് വിളിച്ചു. അപ്പോൾ ഇതിലൊന്നും വലിയ അശാസ്ത്രീയത നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഈ തമോഗ്രഹങ്ങൾ ഉപദ്രവകാരികളാണെന്നും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നും പറഞ്ഞ് സാധാരണക്കാരെ ഭയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് അതിൽ അപകടമുണ്ടാകുന്നത്. ഇക്കാലത്തുള്ള ജ്യോത്സ്യന്മാർ പലരും വിശ്വസിക്കുന്നു ഇതൊക്കെ യഥാർത്ഥ ഗ്രഹങ്ങളാണെന്നാണ്. ഭാഗവതത്തിൽ പാലാഴി കടഞ്ഞെടുത്ത അമൃത് കള്ളത്തരത്തിൽ കുടിക്കാൻ വന്ന അസുരനെ വിഷ്ണു 2ആയി മുറിച്ചതാണെന്നുള്ള കഥ കൂടി പുരോഹിതന്മാർ മനസ്സുണ്ടാക്കി. ഇത്തരം കഥകളായിരിക്കും നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. കാരണം ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത് പുരോഹിത ജ്യോതിഷി കൂട്ടുകെട്ടാണ്. ഈ ജ്യോത്സ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യോത്സ്യത്തിൽ കടന്നുകൂടിയ കപടശാസ്ത്രം, അത് കുറച്ചുകൂടി വിശദമായി നമുക്ക് മറ്റൊരു പ്രഭാഷണത്തിലൂടെ വിശദമായി കേൾക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.